പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ എന്ത് പറയണം, ഇനി തുടങ്ങണം, ഇത് പറയണമെന്നല്ല, എന്ത് പറഞ്ഞു തുടങ്ങണം എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോഴാണ് ജയേഷ് ബ്രദർ ഒരു പാട്ട് പാടിയത്. എന്ത് പാട്ടാണ് പാടിയത്? എന്ത് പാട്ടാണ് പാടിയത്? ഇപ്പം ഒരു വാക്ക് മതി. അത് ലുക്കായുടെ സുവിശേഷമാണ്, 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. വായിച്ചോളൂ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ സ്തോത്രം. ലൂക്ക 7:7 അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതാര് പറയണതാണ്? ഒരു ശതാധിപനായ, അതായത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയണതാണ്. ശതാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പോലീസുകാരുടെയൊക്കെ അധിപനായിട്ടുള്ള ആളാണ് സർക്കിള്, അല്ലേ? SI, സബ് ഇൻസ്പെക്ടറുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. അപ്പോൾ റോമിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയണതാണ്, ഈശ്വരനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞാണ്, 100 പട്ടാളക്കാരുടെ അധിപനാണ് ശതാധിപൻ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് കിടപ്പിലാണ്, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ കരുതി. വായിച്ച വാക്ക് ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിലും പടയാളികൾ ഉണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു. വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളുടെ ഉടമ്പടിക്ക് എതിരാണ് ഈ പാട്ട്. കുറേ കാലം കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെ പതുക്കെയാണല്ലോ വെളിപാടുകൾ ഇങ്ങനെ ഉണ്ട്. ഉടമ്പടി എന്ന് പറയുന്ന ദൈവികമായ പദ്ധതിക്ക് ഈ പാട്ട് എതിരാണ്. എങ്ങനെയാണ് എതിരാകണത്? ഉടമ്പടി വാക്കുകൊണ്ടല്ല ഉടമ്പടി ആക്ടിവേറ്റ് ആകണത്. എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ടാണ്. അതാണ് വിഷയം. നേരെ ഓപ്പോസിറ്റാണ്. പ്രൊട്ടസ്റ്റന്റ് തിയോളജിയിലാണ് അവരാണിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാര്യം അവർക്ക് ബൈബിൾ എലോൺ സഫിക്സ് അല്ലെങ്കിൽ ഫെയ്ത്ത് എലോൺ, വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നവരാണ് അവരെ. കത്തോലിക്കൻ പറയും, കത്തോലിക്കത്തിന് എന്താ അപ്പോസ്തലിക സഭയിലുള്ളവരെന്താ പറയണത്? പാരമ്പര്യ അപ്പോസ്തലിക സഭയിലുള്ളവരെന്താ പറയണത്? വാക്ക് മാത്രം പോരാ, പിന്നെ പ്രവൃത്തിയും വേണം. അതാണ് വിഷയം. വിശ്വാസത്തിന് കർത്താവിനൊരു വാക്ക് മതി, പക്ഷെ നമുക്കൊരു വാക്ക് പോരാ. മനസ്സിലായില്ലേ? നമുക്കെന്ത് വേണം? പ്രവൃത്തിയും വേണം. എങ്ങനെ വേണം? അവൻ എല്ലാം നിങ്ങൾ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തരും ഉടമ്പടി ഫയറാക്കുന്നത് എങ്ങനെയാണ്. അവൻ പറയണ പോലെ ചെയ്താൽ പോലും നമുക്ക് ഉടമ്പടി മേജർ ഡ്യൂട്ടി ചെയ്യത്തില്ല, മൈനർ ഡ്യൂട്ടിയൊക്കെ ചെയ്യും. മേജർ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ, ഇപ്പം മേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ, ലൈഫിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ, അത് അവൻ പറയണ പോലെ ചെയ്താലും ചില കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അത് തരണം ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാരണം? അതിന് അവൻ പറയണത് പോലെ ചെയ്താലും പറ്റത്തില്ല. ചിലത് എന്ത് ചെയ്യണം? വിശേഷ വിധിയായി ചെയ്യണം. മത്തായി ശ്രീഹായുടെ സുവിശേഷം 5:47 സഹോദരങ്ങളെ മാത്രമേ. അതാണ് അവൻ പറയണതാണ്. സഹോദരൻ നിങ്ങളെ സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ പറയണത് എന്താണ്? പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞത് അവൻ പറയണതല്ലേ. പക്ഷെ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ
നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അപ്പോഴേ യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള്. അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങൾ ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം. കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യരുതൊരിക്കലും. കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്, വിശേഷ വിധിയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾ കാത്തലിസം ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള സഹോദരങ്ങളെ അവർ യേശുവെന്ന് ഒന്ന് വിളിച്ചാൽ മതിയാകും, ചിലപ്പോൾ അവർക്കത് ആക്ടിവേറ്റായി കിട്ടും അനുഗ്രഹം. പക്ഷേ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല. അതെന്താ കാര്യം? അതാണ് ആ ചോദ്യം ഒന്നിനു വായിച്ചത്. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത്? സാധാരണ ചെയ്യണ പോലെ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്ത് ചെയ്യണം? വിശേഷവിധിയായി ചെയ്യണം. എന്താ കാര്യം? അടുത്ത ചോദ്യം നോക്കിയേ. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്താണ്? അതായത് സഹോദരങ്ങളെ മാത്രമേ, അതായത് അതിൻ്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ, ഒരു വചനത്തിൻ്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താലേ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകും. പക്ഷേ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല. അവരെന്ത് ചെയ്യണം? അവർ വിശേഷവിധിയായി ചെയ്യണം, എക്സ്ട്രാ ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണത്? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണല്ലോ വലിയ സാക്ഷ്യങ്ങൾ പറയണത്, അവരതിനേക്കാൾ വലിയ സാക്ഷ്യം ക്രിസ്ത്യൻസിന് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം. എന്താണ് വിശേഷ വിധി? ഇപ്പം ഉദാഹരണത്തിന് നിദ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാക്ഷ്യം കേട്ടായിരുന്നു ഇത് രാവിലെ. അപ്പം അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ കൊടുത്തത് അവർ 5 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തത് 5 എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് നോക്കിയാൽ അപ്പോൾ വിശേഷവിധിയായി. അതാണ് വിശേഷവിധി എന്ന് പറയുന്നത്. നമ്മൾ പറയണതിനേക്കാൾ കൂടുതൽ ചെയ്യും. അല്ല ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല. ഒരു വാക്ക് കൊണ്ട് ഈ സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവിനൊരു വാക്ക് മതി, പക്ഷെ നമുക്കൊരു വാക്ക് പോരാ. നമുക്ക് സാധാരണ ചെയ്യണതും പോരാ. പിന്നെ എന്ത് ചെയ്യണം? വിശേഷവിധിയായി ചെയ്യണം. ഇപ്പം വേറെ ഷിജിനി എന്ന് പറഞ്ഞ സഹോദര സാക്ഷ്യം കേട്ടോ, ഷിജിനി. ഇപ്പം ഇവരെല്ലാം ചെയ്യുന്നത് വിശേഷവിധിയാണ് ചെയ്യണത്. അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം, ചൊല്ലുന്നതിനേക്കാൾ. ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം. ചെയ്താലും പറ്റത്തില്ല, പിന്നെ എന്ത് ചെയ്യണം? വിശേഷവിധിയായി ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ, സുവിശേഷ വേലയെ ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പൊ ഷിജിനി എന്ന് പറഞ്ഞ മോള് ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അവളെന്നാ ചെയ്യണത്? അവളെ ചെയ്യണത് പത്രം കൊടുക്കുമ്പോൾ കൃപാസനത്തിൻ്റെ ഒരു ഉപ്പും പൊതിഞ്ഞ് കൊടുക്കും. ഇത് വല്ലവരും ഇവിടുന്ന് വല്ലവരും പറഞ്ഞതാണോ? അല്ല, ഒന്നും പറഞ്ഞതല്ല. അവർ സ്വന്തമായിട്ട് ചെയ്യണതാണ്. വിശേഷവിധിയായി ചെയ്യാൻ. അവർ പക്ഷേ ക്രിസ്ത്യനല്ല, അക്രൈസ്തവ സഹോദരിയാണ് ഷിജിനി. അവർ ചെയ്യണത് എന്താണ്? അവർ പത്രം ചുമ്മാ കൊണ്ടേ കൊടുക്കുകയല്ല, എവിടെയെങ്കിലും വെച്ച് ഓടിക്കളയുകയല്ല, അല്ലെങ്കിൽ പപ്പാടുത്ത് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കുകയല്ല ചെയ്യണത്. അവർ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെഞ്ചരിച്ച് ഇത്തിരി ഉപ്പം പൊതിഞ്ഞ് കൊടുക്കും. എന്നിട്ട് എന്ത് പറയും? മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് സംസാരിക്കുമെന്ന്. അപ്പം ഞാൻ 2 താത്താമാരൊക്കെ ഉണ്ട്, മുസ്ലിം താത്താമാരൊക്കെ ഉണ്ട്. ഞാൻ താത്തായോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും, മാതാവിൻ്റെ അടുത്ത് വന്നാൽ മതി. അപ്പോൾ 2 താത്തായും കൂട്ടിക്കൊണ്ട് ഈ ഷിജിനി ഇവിടെ വരും. അപ്പോൾ ഒരു താത്തായുടെ കാര്യം അപ്പം തന്നെ മാതാവ് ആ ആഴ്ച തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ നോക്കിയേ,
ഹിന്ദുസ് മുസ്ലിംസിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. എവിടെ? ഉടമ്പടിക്ക്. അപ്പോൾ കത്തോലിക്കൽ എന്ത് ചെയ്യും? കത്തോലിക്ക് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും 9 മണിയാവും. അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. അതാണ് വിശേഷം. ഒരു വാക്കുകൊണ്ട് ഈ സംഭവം നിൽക്കത്തില്ലെന്ന് പറയാൻ കാര്യം. നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ എന്ത് ചെയ്തെന്ന് നോക്കണം. സാക്ഷ്യം പറയുന്നവർ എന്താണ് അവർ തീഷ്ണമായ സ്നേഹത്തോടെയാണ് ഇത് ചെയ്യണത്. ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നത് നന്ദി പറയുന്നു. വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് 2 തരത്തിലുണ്ട്. ഒന്ന് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ പ്രാർത്ഥനയാണ് ആദ്യ നിലവാരം. പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയോ പ്രകടിപ്പിക്കുകയോ. വിശ്വാസത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് ചെയ്യണത്? അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ്? പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യണമെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പം നമ്മളിങ്ങനെ അവരെ ഇവിടെയൊക്കെ സംസാരിച്ചുകൊണ്ട് ചോറ് വാരി തിന്നുമ്പോൾ ആ ചോറ് തിന്നുന്നു, അതിൻ്റെ അകത്ത് മീനെടുത്ത് കഴിക്കുന്നു, ആ ക്യാബേജ് എടുത്ത് കഴിക്കുന്നു, നമ്മളിങ്ങനെ ഇട്ട് ചവക്കുന്നു. പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഫോണിൽ നമ്മൾ ആരോടെങ്കിലും പറയണ കേട്ടോണ്ടിരിക്കുകയായിരിക്കും, വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്നത് വ്യത്യസ്തമായ സംഭവങ്ങളാണെങ്കിലും അതിങ്ങനെ ചവച്ചാൽ താഴേക്ക് പോകുന്നല്ലാതെ ചോറാണോ പോകുന്നത്, ക്യാബേജാണോ പോകുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് അപകടം സംഭവിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരം കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. എന്തൊക്കെയാണ് കഴിക്കണത്? എന്തൊക്കെ കഴിച്ചു കൂട്ടി, അത്രയേ ഉള്ളൂ. അറിഞ്ഞില്ല എന്തൊക്കെയാണ് കഴിച്ചതെന്ന്. അത് ഞാൻ കഴിച്ചാ, ഇത് ഞാൻ കഴിച്ചാ, ഇതുണ്ടായിരുന്ന ഇവിടെ നിന്ന് പിന്നീട് കഴിച്ചു കഴിയുമ്പോൾ കൈ കഴുകിക്കുമ്പോഴാണ് നമ്മൾ മേശപ്പുറത്തോട് നോക്കണത്. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കും, ഒന്നും അറിഞ്ഞില്ല. പല പ്രാർത്ഥനകൾക്ക് ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്ത് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നില്ല, ആരോട് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നില്ല, എന്ത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ ഈ വിശ്വാസം ആവിഷ്കരിക്കണത് അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ പ്രഥമ രൂപം മാത്രമേ പ്രാർത്ഥന. അതിൻ്റെ സങ്കീർണ രൂപം പ്രവർത്തനമാണ്. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന. നമ്മുടെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം എന്ന് പറയത്തില്ലേ? വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം കുറച്ച് കണക്ക് കൂട്ടി എഴുതാൻ പഠിക്കും അല്ലേ, കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി 2-4 അക്ഷരം 5 അക്ഷരം ഒരു വാക്കായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന. അതിൻ്റെ പൂർണ്ണ രൂപമല്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പലരും ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഗതി പിടിക്കാതെ കിടക്കണേണ്ട കാരണം അതാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പ്രഖ്യാപനമുണ്ട്, പിന്നെന്താണ്? പ്രയോഗമുണ്ട്. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയുന്നത് ചില ഉടമ്പടി ധ്യാനം കൂടുന്നവർ ഏത് പാർട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഉടമ്പടി ധ്യാനം 10,000 1000 ഉണ്ട്. ഇപ്പോഴ് 1000 ഉടമ്പടി ധ്യാനങ്ങളുണ്ട് യൂട്യൂബിലെ. അതിൽ ഏതാണ് നിങ്ങൾ കൂടിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ പഴയത് ഞാൻ ആവർത്തിക്കും, പിന്നെ ആവർത്തിക്കും. എന്താ ആവർത്തിക്കണത്? നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക്, പുതിയ തലമുറയല്ലേ നിങ്ങൾ, ഉടമ്പടിയുടെ ഓരോ ദിവസവും ഓരോ പുതിയ. ഇപ്പം ഇന്നലെ 500 പേര് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. ഇന്നലെ ഒറ്റ ദിവസം 500 പേര് ഉടമ്പടി എടുത്തു. അപ്പോൾ പുതിയ തലമുറയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല പലർക്കും. അപ്പോൾ പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ധ്യാനം കൂടുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. പറയാൻ പറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മളൊരു 4ാം ക്ലാസ് പഠിപ്പാണ് ഉള്ളത്. അതിൻ്റെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യണമെങ്കിൽ ആത്മീയ വിദ്യാലയത്തിൽ നിങ്ങൾ 4ാം ക്ലാസ്സുകാരെത്തിയാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ പഠിയിട്ടില്ലേ? ഏത് ക്ലാസ്സിലാണ് ഇരിക്കണമെന്ന് മനസ്സിലായില്ലേ? ഏത് ക്ലാസ്സിലാണ് ഇരിക്കണമെന്ന് മനസ്സിലായില്ലേ? നിങ്ങളെ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യണമെങ്കിൽ
വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ വിശ്വാസത്തിൻ്റെ സാക്ഷരതയിൽ 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സുകാർക്ക് 4ാം ക്ലാസ്സുകാരുടെ പണി കിട്ടും, അത്രയേ ഉള്ളൂ. വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 4ാം ക്ലാസ് നിങ്ങൾ പ്രാർത്ഥന മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു ആ 4ാം ക്ലാസ്സുകാരത്തിയാണ്. 4ാം ക്ലാസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം മാത്രം ചെയ്താൽ മതി. ആ ഒരു സ്കെയിൽ മാത്രമുള്ള റെമ്യൂണറേഷനൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹെബ്രായർ 6:1. ഹെബ്രായർ 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവാണ്. എന്താണ് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് ജീവൻ തര പ്രവർത്തികളെ ദൈവം വിശ്വാസം ഇങ്ങനെ പ്രവർത്തികളാൽ സാധൂകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തികളെ ദൈവം പിന്നെയും തിരിക്കുകയാണ്. എന്താ കാര്യം? ജീവനുള്ള പ്രവൃത്തിയും ജീവനില്ലാത്ത പ്രവൃത്തിയും. എന്നുവെച്ചാൽ കൃപ നമുക്ക് നൽകുന്ന പ്രവൃത്തിയുണ്ട്. കൃപയും ജീവനും ഒരേ അർത്ഥമാണ് ബൈബിളിലുള്ളത്. ഈശോ പറയും, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമാണ്. 10:10 അങ്ങനെ പറയും. യോഹന്നാന്റെ 10:10 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പോൾ അവിടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവൻ തന്നെയാണ് നമ്മൾ യോഹന്നാൻ 1:16 പറയണത്. എന്താ പറയണത്? തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. അപ്പൊ ഈ കൃപയ്ക്ക് മേൽ കൃപ നൽകിയിരിക്കുന്നു പറയണ കൃപയ്ക്ക് മേൽ യോഹന്നാൻ 1:16 കൃപയ്ക്ക് മേൽ കൃപയും യോഹന്നാൻ 10:10 ജീവനുണ്ടാകാനും സമർത്ഥമായി ഉണ്ടാകാൻ ജീവൻ സമൃദ്ധിയും മേൽകൃപയും സമർത്ഥമായ ജീവനും ഒരേ വാക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? കൃപയാണ്, ദൈവികമായ ശക്തിയാണ്. നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ശക്തി ചിലപ്പോൾ സിംഗിൾ ഫേസ് ആയിരിക്കും. അപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സമർത്ഥമായ ജീവൻ എന്ന് പറയുമ്പോൾ 3 ഫേസ് ആയിട്ടുള്ള പവറാണ് വരണമെന്നുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി എടുക്കും. വലിയ കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 14:12. യോഹന്നാൻ 14:12. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പോഴ് പിതാവിന്റെ അടുത്ത് പോവുകയും പിന്നെന്താ സംഭവിക്കണത്? പിതാവിൻ്റെ അടുത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഒത്തിരി. പിതാവിൻ്റെ അടുത്ത് പോവുകയും എന്താണ് ആ വചനം? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 4:14-12 ഒന്ന് വായിച്ചേ. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് പറഞ്ഞേ. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പൊ ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നത് കൊണ്ട് എന്ത് പറ്റി? ഇതിനേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പോൾ വലിയ കാര്യങ്ങൾ കണ്ട വലിയ കാര്യം. അപ്പം ദൈവം തന്നെ കാര്യങ്ങൾ എത്ര എടുത്തിരിക്കുന്നു? ചെറിയ കാര്യങ്ങളുണ്ട്, പിന്നെന്താണ്? വലിയ കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഥമ ആവിഷ്കാരമായ പ്രാർത്ഥനയും കൊണ്ട് ചെയ്യാൻ പറ്റും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം എന്ന് പറയുന്ന സംഭവങ്ങൾ വേണം. വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ തന്നെ നമുക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും, വലിയ വിശ്വാസം ഉണ്ടാകും. ഒന്ന് പറഞ്ഞേ,
ക്രിസ്തുവിൽ തന്നെ നമ്മൾക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും, വലിയ വിശ്വാസം ഉണ്ടാകും. അപ്പൊ ക്രിസ്തുവിനെ അറിയണതനുസരിച്ചാണ് ആ വിശ്വാസത്തിന്റെ ആക്കത്തൂക്കം ഉണ്ടാകുന്നത്, അനുപാതികം. ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നതിന് ആനുപാതികമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വിശ്വാസത്തിന്റെ ആക്കത്തൂക്കം. ഇപ്പോഴ് അയാളോട് എന്ത് പറയുന്നു? ലൂക്ക 7:8. ലൂക്ക 7:8 എന്താണ്? കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. ക്രിസ്തു പറയുന്നുണ്ട് ഇത്രയും വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് ദാറ്റ് 7:9 ലൂക്ക 7:9. യേശു ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. ആരെക്കുറിച്ച്? ശതാധിപനെ കുറിച്ച്. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വിശ്വാസ അപാചയത്തിന്റെ കാലത്താണ് ക്രിസ്തു വരുന്നത്. നമ്മുടെ ജീവിതം ഇസ്രായേലിൽ പോലും ഈ ഒരു വിജാതിയന്റെ വിശ്വാസം ഇല്ലാത്തൊരു കാലമാണത്. അപ്പം ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലം നോക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്നു? എന്തുകൊണ്ടാണ്? ഇസ്രായേലിൽ പോലും ദൈവം ആഗ്രഹിക്കുന്നൊരു വിശ്വാസ നിലവാരം അക്കാലങ്ങളിലില്ല. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടായത്. അതുകൊണ്ട് ആട്ടിടയന്മാരെ പോയി മത്സ്യത്തൊഴിലാളികളെയൊക്കെ പോയി കാണേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരണത് അന്നത്തെ സമൂഹത്തിൽ നിലവിൽ വിശ്വാസം നിലനിൽക്കുന്ന ആൾക്കാരാണ് അവരെ. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആചാര അനുഷ്ഠാന വിശ്വാസമാണ്, അകത്തളങ്ങളിലേക്കുള്ള ആന്തരിക വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കും, ആചാരങ്ങൾ നമ്മൾ പാലിക്കും, ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകും, ചിലപ്പോൾ കുമ്പസാരിക്കും, ചില കുർബാനയൊക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞാലും പ്രവൃത്തികളിൽ വരുമ്പോൾ ഒരു വ്യത്യാസം, ഒരു ആ വിശ്വാസത്തിൻ്റെ ആന്തരികത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവം അത് നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ കൗണ്ട് ചെയ്യപ്പോൾ ചില ആൾക്കാർ കാണിക്കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങളെ ദൈവം കൗണ്ട് ചെയ്യത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ടും പാവത്തങ്ങളോടും വീട്ടിലുള്ളവരോടും തട്ടിപ്പും അതുപോലെ തന്നെ തരികിട പരിപാടിയൊക്കെ കാണിക്കും. അപ്പോൾ തട്ടിപ്പും തരികിട പരിപാടിയും കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? അവരെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രമുള്ള വിശ്വാസമാണ്, ആ വിശ്വാസം ദൈവം അംഗീകരിക്കുന്നില്ല. അതാണ് എൻ്റെ വിഷയം. അതാണ് ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടെത്തില്ലെന്ന് വെച്ചാൽ സാധാരണ റോമൻ പവറിൽ ഉണ്ടാകുന്ന വിശ്വാസം പോലും ഇസ്രായേലിൽ ആന്തരികമായ വിശ്വാസം നിലനിൽക്കണില്ല. ഇത് സഭയ്ക്കും സംഭവിക്കും, നിങ്ങൾക്കൊക്കെ സംഭവിക്കും. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്യും സാങ്കേതികമായിട്ട്, പക്ഷേ ആന്തരികമായിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു നെഗറ്റീവ് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന മങ്ങും. അല്ലെങ്കിൽ കൊള്ളാം, നമുക്ക് ദുരിതങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ദുരിതങ്ങൾ 119 സങ്കീർത്തനം 71 തിരുവചനം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. പറഞ്ഞ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദുരിതങ്ങൾ തരണത്. അവൻ പറയണ പോലെ ചെയ്യണമെന്നല്ലേ വചനം. അപ്പം അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവം തരും. ഒന്ന് അനുഗ്രഹങ്ങൾ തരും, അപ്പം നമുക്ക് ബൂസ്റ്റഡ് ആവും. അതേസമയത്ത് ദുരിതങ്ങളും തരും. എന്തിനാ കാര്യം? അപ്പം ദുരിതങ്ങൾ, ഈ ഉടമ്പടി കാലത്തുള്ള ദുരിതങ്ങളെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ഡൗൺ ആയി പോകരുത്. ദൈവസ്നേഹത്തിൻ്റെ വേറെ ആവിഷ്കാരമാണത്. ദൈവസ്നേഹം നമ്മളിലേക്ക് ദുരിതമായിട്ടും വരും. ബ്ലെസ്സിങ്ങിന് ഡിസ്കസ് എന്ന് പറഞ്ഞ പോലെ പറയുകയല്ല. ഇപ്പം തന്നെ സാനിയ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളുടെ പ്രശ്നം എന്താ? അവൾ 4ാം നിലയിൽ നിന്ന് വീണ വല്ല പിടിയും കിട്ടുക. 4ാമത്തെ നിലയിൽ താഴെ വീണ് അവൾക്ക് ബോധം പോയി. ബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ടെസ്റ്റ് പറഞ്ഞ് നിനക്ക് 3 ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുത്തി കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്ത്. അപ്പോൾ അവൾ വിചാരിച്ച്, മാതാവേ ഞാനിവിടുന്ന് എഴുന്നേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഉടമ്പടി ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ 4ാം നിലയിൽ നിന്ന് വീണ പക്ഷിയുടെ പിറ്റേ ദിവസം ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് അത് 1 ചുരുക്കി കൊടുത്ത് 4 ഓപ്പറേഷൻ 3 ഓപ്പറേഷൻ വേണ്ട,
നിനക്ക് ഒന്ന് മതിയെന്ന് പറഞ്ഞു. അവളങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ചികിത്സിച്ച് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നാട്ടിലെത്തി. അവൾ എഴുന്നേറ്റ് നടക്കണ്ടേ, 4ാം നിലയിൽ നിന്ന് വീണ്ടിരിക്കുകയാണ്, ഉറങ്ങിപ്പോയിരിക്കുന്ന ആൾ. അപ്പോൾ അവൾ പറഞ്ഞിരിക്കണത്, ഞാൻ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി, ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. അപ്പോൾ ആൾക്കാർ ഉടമ്പടി എടുക്കുക എന്നുള്ള ആൾക്കാർ പറയണത് അമ്മയെ വന്ന് കാണുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വന്ന് കാണുന്നവർ ആ ഒരു സ്നേഹമാണ് അവിടുത്തെ പ്രശ്നം, ബന്ധമാണ്. ഉടമ്പടി ഒരു സങ്കീർണമായൊരു ബന്ധമാണ്, ശാശ്വത ബന്ധത്തിലേക്ക് നമ്മൾ. പക്ഷേ ആദ്യത്തെ ബന്ധം എന്താണ്? അമ്മയെ വന്ന് കാണുന്ന കാഴ്ചയും ഒരു കാഴ്ചയുടെ ഉടമ്പടിയാണ്. അത് ചുമ്മാ കണ്ടിട്ട് പോകണമല്ലല്ലോ. പിന്നെ എന്താണ്? അമ്മ പറയണ പോലെയൊക്കെ ജീവിതം ക്രമീകരിച്ച് അങ്ങനെ അവർ ഉടമ്പടി എടുക്കുന്നത്. ഇപ്പം കാഴ്ച ഉടമ്പടികൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ഒത്തിരി പേര് വരും, വന്നിട്ട് അമ്മയെ കണ്ടിട്ട് പോകും, കണ്ണീരിട്ടിട്ട് പോകും, പിന്നെ പിറ്റേ ആഴ്ച ഒന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ ഈ കാഴ്ച ഉടമ്പടി അവൾ പറയണത് എന്നെ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി, നിർത്തിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ കിടപ്പ് കാലത്ത് ഒരു അച്ഛൻ വന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് പറയും, ഇത് എൻ്റെ ഫേസ്ബുക്കിൽ ഇടട്ടെ, നിങ്ങൾക്കിപ്പോൾ ഭയങ്കര കഷ്ടപ്പാടല്ലേ, നിങ്ങളുടെ അക്കൗണ്ട് ഇട്ടാൽ മതി, ചിലപ്പോഴേ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്തായിരുന്നു? വർഷങ്ങളായിട്ട് വീടില്ല, അതാണ് പ്രശ്നം. വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് വീടില്ല. ഇപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അവർക്ക് വീട്, അവരുടെ ചികിത്സ മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാൾ വന്ന്, പിന്നെ ഉടനെ അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ ആൾ വന്നു, അത് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ആൾ വന്ന്, പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റ് വരുന്ന മുമ്പ് അവർക്ക് വീട് സ്ഥലവുമായി ഉടനെ. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ കാഴ്ച ഉടമ്പടിക്ക് മുമ്പ് ഒരു നേർച്ച ഉടമ്പടി വരുന്നുണ്ട്. എത്ര തരം ഉടമ്പടിയാണ് ആൾക്കാർ പറയണത് ഇപ്പം? ആദ്യം തന്നെ എന്താ? നേർച്ച ഉടമ്പടിയാണ്. എന്താണ്? ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. അപ്പം തന്നെ കണ്ടോളാമെന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനമായി. വാഗ്ദാനം വന്നു കഴിഞ്ഞാൽ ഉടനെ, വാഗ്ദാനത്തിലാണല്ലോ ഉടമ്പടി, വാഗ്ദാന പേടകമല്ലേ അമ്മ. അപ്പോൾ വാഗ്ദാനത്തിലാണ് ഉടമ്പടി. ആദ്യ ഉടമ്പടി ചെയ്യണ വാഗ്ദാനത്തിലാണ്. പിന്നെയാണ് ആദ്യം നേർച്ച ഉടമ്പടി, പിന്നെ കാഴ്ച ഉടമ്പടി, പിന്നെയാണ് നമ്മൾ മാതാവുമായിട്ട് മരിയൻ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ നേർച്ച ഉടമ്പടി തന്നെ ആദ്യമേ ഫലിച്ചു. പിന്നെ എന്താണ്? പിന്നെയാണ് അവൾ അമ്മയെ വന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നത്. അപ്പോൾ ഈ വിഷയമെന്ന് പറയണത്, ഇതിൻ്റെ ഉള്ളിൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയുണ്ട്. വിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറയണത് ഈ ദുരിതകാലത്തും ദൈവത്തിൻ്റെ സ്നേഹം അവൾ അനുഭവിക്കുകയാണ്. അതാണ് ദുരിതങ്ങളെ എനിക്ക് ഉപകാരമായി, ഞാൻ ആ കാലങ്ങളിലെല്ലാം എൻ്റെ കർത്താവിൻ്റെ വചനം പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് പറയണത്. അപ്പോൾ ഓരോ ദുരിതങ്ങൾക്ക് പോലും ഉദ്ദേശം എന്താണ്? ഉടമ്പടി തന്നെയാണ് ഉദ്ദേശം. അതാണ് 119:71 വായിച്ചേ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു, ഞാൻ അങ്ങയുടെ വചനങ്ങൾ അഭ്യസിച്ചു. ഉടമ്പടി പാലിച്ചു എന്നാണ് പറയണത്. അപ്പൊ അപ്പൊ ഉടമ്പടി ഇടക്കുണ്ടാകുന്ന ദുരിതങ്ങൾ എന്തിനുള്ളതാണ്? ചില ആൾക്കാർക്ക് വിവരമില്ലാത്ത കാരണം അവർ വീണ് പോയിട്ടുണ്ട്. എന്താ കാര്യം? ഉടമ്പടി എടുത്തിട്ടും എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പല ആൾക്കാർ പറയും. ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് അങ്ങനെ സംഭവിച്ചു. ഉടമ്പടി എടുക്കാത്തവർ, ഞാൻ തന്നെ വെച്ച അതേ കാര്യം വെച്ചവർ, അവർ അത് നേടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ദുരിതമായി. ചില ആൾക്കാർക്ക് ദുരിതം ഉഴപ്പായി പോയി കാണും. കാര്യം അതായത് ഉതപ്പ് വരണ ആർക്കാണ്? ഉതക്കാൻ കഴിയുന്ന എളിതരം ഉള്ളിടത്തല്ല വാദം കോച്ചണത്. ആയുർവേദം എന്താ പറയണത്? എളിതരം ഉള്ളിടത്ത് വാദം കോച്ചു വന്ന്. അപ്പോൾ വാദം ഇങ്ങനെ കോച്ചിപ്പിടുത്തം ഉണ്ടാകണം എവിടെയാണ് ബോഡിയിൽ നീര് കെട്ടാൻ സാധ്യതയുള്ളത് അവിടെ ഇങ്ങനെ കോച്ചും. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ഉള്ള ആൾക്കാർക്കും എന്തെങ്കിലും വിഷയബന്ധിയാണ് വിശ്വാസമെങ്കിൽ ആ വിഷയം അതുപോലെ നടന്നില്ലെങ്കിൽ അവിടെ വാദം കൊച്ചും. ഉടമ്പടിയിൽ എപ്പോഴും വരേണ്ടത്, നിങ്ങൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളുടെ വിഷയമല്ല, വ്യക്തിയാണ്. ഉടമ്പടിയുടെ ലക്ഷ്യം ആരാണ്? വിഷയമല്ല. ആരാണ്? വ്യക്തിയാണ്, ദൈവമാണ്. നിങ്ങളുടെ വിഷയം ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദാറ്റ് മീൻസ് ദൈവത്തെ മുമ്പത്തെക്കാൾ വിധമായി വിശേഷവിധിയായി സ്നേഹിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്കൊരു അവസരം തരുന്നതാണ് ഉടമ്പടി. എന്താ? ദൈവം നിങ്ങൾക്ക്
ഒരവസരം തരുന്നതാണ് ഉടമ്പടി, വിശേഷ വിദ്യയായി സ്നേഹിക്കാൻ വേണ്ടി. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് 10 ദിവസത്തോട് ചോദിച്ചില്ലേ, അവസാന കാലങ്ങളിൽ 3 പ്രാവശ്യം ഇടവിട്ട് ചോദിച്ചില്ലേ, എന്താണ്? ഇവരെക്കാൾ അധികമായി നീ എന്നെ, ടേക്ക് ദ ബെഡഫോർഡ്. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, അവിടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു. യേശു പത്രോസിനോട് ചോദിച്ചോ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. ഇങ്ങനെ 3 പ്രാവശ്യം ഈശോ ചോദിച്ചിട്ടുണ്ട് പത്രോസിനോട്. 3 പ്രാവശ്യം ഇങ്ങനെ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും ഓരോ കോംപ്ലിക്കേറ്റഡ് അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കാം, ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇതുപോലെ ഉടമ്പടിയിൽ നിങ്ങളോട് ഓരോരോ ഘട്ടങ്ങളിലെ, ഇപ്പം ദുരിതം കിട്ടിയാലും അനുഗ്രഹം കിട്ടിയാലും കർത്താവ് ചോദിക്കാത്ത ചോദ്യം എന്താണ്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉടമ്പടി എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു ഭയങ്കര വിളിക്കുള്ളിലെ വിളിയാണ്. എന്താണ്? എ കോൾ വിത്തിൻ കോൾ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കൊരു വിളിയുണ്ട്, വിശ്വാസത്തിൻ്റെ വിളിയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ വിളിയിൽ നിന്നാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളിക്കുള്ളിലെ വിളിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിലേക്കുള്ള വിളിയാണത്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള ഒരു നീക്കുപോക്കല്ലത്. എന്താണ്? ദൈവത്തിൻ്റെ സങ്കീർണമായ സ്നേഹത്തിലേക്കും ആത്മബന്ധത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന. ആത്മബന്ധത്തിലേക്ക് വിളിക്കുന്ന അങ്ങയുടെ പവിത്ര വാത്സല്യത്തിന് നന്ദി. പത്രോസിലെ ഇപ്പൊ ഇങ്ങനെ വിശേഷ വിധിയായി നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കോലാടുകളെ മേയ്ക്കുക, ഇങ്ങനെ പുതിയ ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ട് അധികാരം ഏൽപ്പിക്കുമ്പോൾ ഇത് ദൈവവിളി. ആ വിളിയിലൂടെ പത്രോസ് ചെയ്യുന്നതിന് ശേഷം എല്ലാ അപ്പോസ്തലന്മാരെക്കാൾ വിശേഷമായ അധികാര അവകാശങ്ങൾ നേടുന്നുണ്ട്. അപ്പോൾ എല്ലാവരെക്കാൾ വിശേഷ വിധിയായ അധികാര അവകാശങ്ങൾ നേടുന്നത് പോലെ തന്നെ നിങ്ങൾ വിശ്വാസത്തിന് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശേഷ വിധിയായ അധികാര അവകാശങ്ങൾ നിങ്ങൾ ആത്മീയ മേഖലയിലും എല്ലാ മേഖലയിലും നിങ്ങൾ നേടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തോട്. ഇപ്പോൾ അതെന്തറിയാമോ? ആദ്യത്തെ പത്രോസിൻ്റെയൊക്കെ നിലവാരം എന്താ? ആദ്യത്തെ വിശ്വാസത്തിൽ പത്രോസിൻ്റെ നിലവാരം ആ 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാരുടെ നിലവാരമായിരുന്നു. നോക്കിയേ, പത്രോസിൻ്റെ വളർച്ച നിങ്ങൾ കാണുന്ന വിശ്വാസത്തിന് ഒരു വളർച്ചയുണ്ടേ. ഉടമ്പടി നീലയാണ് ഞങ്ങളുടെ ഉടമ്പടി സിൽവർ ഗ്രേയാണെന്നും പറഞ്ഞ് തലയിൽ വെച്ചുകൊണ്ടെന്നൊരു കാര്യമില്ല. അത്രയും വിശ്വാസ വളർച്ച ഉണ്ടാകും. ഇപ്പം ഞാൻ ഉടമ്പടി സിൽവർ ഗ്രേ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ഉടമ്പടി സിൽവർ ഗ്രേയും കൊണ്ടുവന്ന കക്ഷികൾ പലതും എന്നോട് ആവലാദികൾ പറഞ്ഞു. ആവലാദികൾ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇപ്പോഴും ഇവർ ആവലാദി ക്രിസ്ത്യാനിയാണ്. പേപ്പർ മാത്രമേ കളർ മാറിയിട്ടുള്ളൂ. ഇവിടെ കളർ മാറിയിട്ടില്ല, ഇവിടെ പഴയ കളർ തന്നെയാണ്. സിൽവർ ഗ്രേയിലെ ആൾക്കാർ വന്നിട്ട് പഴയ നക്കാപ്പിച്ച അവലാദി, ഇവർ ആദ്യം വന്ന കാലത്ത് പച്ച ഉടമ്പടിയായിരുന്ന കാലത്ത് ആവലാതി പറഞ്ഞ പോലെ ആ ആവലാതി തന്നെ സിൽവർ ഗ്രേയും പറയുന്നുണ്ടെങ്കിൽ ഇവർ പത്രം വാങ്ങിച്ച് കളർ മാറ്റിയെന്നല്ല, ഇവിടെ കളർ മാറിയിട്ടില്ല. ഇവർ പഴയ ആൾക്കാർ തന്നെ വിശ്വാസത്തിൽ ഇപ്പോഴും ABCD ആയിട്ടുള്ള ആ 4ാം ക്ലാസ് പഠിപ്പായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ സിൽവർ ഗ്രേ ബാൻ ചെയ്ത് എനിക്കിനി ബോധ്യപ്പെടണം ഇവർ വിശ്വാസത്തിൽ വളർന്നു. കാര്യം വിശ്വാസത്തിലൊരു വളർച്ചയുണ്ട്. ഈ പത്രോസിൻ്റെ സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാരത്തിൻ്റെ സ്റ്റാൻഡേർഡായിരുന്നു. ഈ 2 കക്ഷികളും ഒരു കാലത്ത് കർത്താവിൻ്റെ വചനം ഒരുപോലെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. നമുക്കറിയാമല്ലോ സമറിയാക്കാരത്തെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. സമറിയായിലൊരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. വെള്ളം കോരാൻ വന്നപ്പോൾ എവിടെയാണ് സമറിയ എന്നറിയണം. അതായത് ഇസ്രായേൽ ജനം വാഗ്ദാന പേടകവുമായിട്ട് വരണ്ട ഭൂമിയിലൂടെ ഉരുണ്ട് കയറിയ സ്ഥലമാണ്, വിശ്വാസത്താൽ കയറിയ സ്ഥലമാണ്. അവർ കാനാൻ ദേശത്ത് നിന്ന്, അവർ ഈജിപ്തിൽ നിന്ന് വരുമ്പോഴേ ഈ കാനാൻ ദേശം ഈ ജോർദാൻ നദി മുറിച്ച് കയറുന്നത് സമറിയയിലാണ് കയറണത്. അപ്പോൾ ഇസ്രായേൽ ജനം വിശ്വാസത്തിൻ്റെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് കയറിയ ആ ഒരു സ്ഥലത്താണ് ഈ കിണർ കുഴിച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ കിണറിലെ കർത്താവ് വരുമ്പോൾ ഒരു സ്ത്രീയെ കാണും. അവർ വെള്ളം കോരാൻ വന്നതാണ്. അപ്പോൾ കർത്താവ് അവളോട് ചോദിക്കും, എനിക്കിത്തിരി കുടിക്കാൻ തരുമെന്ന് ചോദിക്കും. അപ്പോഴുടനെ ഇവള് ജാതി പറയും. ഉടമ്പടിക്ക് നമ്മൾ ജാതി പറയത്തില്ല. എന്താ കാര്യം?
ദൈവം ഒറ്റ ജാതിയായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കണ കാരണം അവിടെ ജാതിയില്ല. ഉടമ്പടിക്ക് മതവും പറയത്തില്ല, പക്ഷെ ക്രിസ്തുവിനെ പറയും. എന്താ കാര്യം? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാര്യം 2:30 ലൂക്ക 2:30 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ലൂക്ക 2:30 എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി പറഞ്ഞ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിനെ ഒരുക്കിയിരിക്കുന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ്? സകല ജനങ്ങൾക്ക് വേണ്ടി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മള് ലൂക്ക യോഹന്നാന്റെ 21:6 കണ്ടിരിക്കുന്ന പത്രോസല്ലേ, എല്ലാരെക്കാൾ അധികമായി സ്നേഹിച്ച പത്രോസ്. അങ്ങയുടെ ആദ്യത്തെ സാക്ഷരതാ നിലവാരം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സാക്ഷാത് നിലവാരം ഈ 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാരത്തിയുടെ അതേ സാംസ്കാരിക വചന ഗ്രഹണ നിലവാരമായിരുന്നു. അതറിയണമെന്നുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4:33 എടുത്തേ. യോഹന്നാൻ 4:33 ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ സമറിയായിലെ കിണറിന്റെ കരയിൽ നിൽക്കുകയാണ്. അപ്പൊ കർത്താവ് ദാഹിച്ച് പൊരിഞ്ഞ് അവിടെ വന്നു. ശിഷ്യന്മാരെ ഉച്ചഭക്ഷണത്തിനായി പറഞ്ഞയച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ. അവർ ഭക്ഷണം കൊണ്ട് വന്നപ്പോൾ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ ഭക്ഷണം കൊണ്ട് വന്നിട്ട് കർത്താവിന് ചോദിക്കും, ഗുരു ഭക്ഷണം എന്ന് പറയും. അപ്പോൾ കർത്താവ് എന്നാ പറയണത്? നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതാ സംഭവം. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതാണ് പിന്നെ 6:36 ഈശോ അത് റെക്ടിഫൈ ചെയ്യും. എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പം അറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറയുമ്പോഴേ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്നുള്ളത് പത്രോസ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പത്രോസ് അന്ന് വളർന്നിട്ടില്ല. പത്രോസ് അതിനെന്താ പറയണത്? ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് കാണുമോ? അറിയാത്ത ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ ആധ്യാത്മികമായ ആന്തരിക അർത്ഥത്തെ വിവേചിക്കാൻ കഴിയാത്ത ഈ ആധ്യാത്മികതയിൽ വളരെ പാപ്പരത്വം ഉണ്ടായിരുന്ന പത്രോസ് പറഞ്ഞ് ആരോ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഈ സ്റ്റാൻഡേർഡ് തന്നെയാണല്ലോ ആ ചേർത്തിക്ക് ഉണ്ടായത്. ആ ചേർത്തിയോട് എന്താ പറഞ്ഞത്? ഈശോ എന്താ പറയണത്? 4:10 ഈശോ പറയവേ നീ അപ്പം ഈശോ ആ സ്ത്രീയോട് ചോദിക്കും, എനിക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തരാൻ പറയും. അപ്പോൾ ആ സ്ത്രീ എന്നാ പറയും? നീ യഹൂദനാണ്, ഞാൻ സമരക്കാരത്തി. യഹൂദനും സമരക്കാരും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈശോ എന്ന് പറയും, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരാണെന്ന് നീ അറിയുകയും അവനോട് നീ ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ വെള്ളം നൽകുകയും ചെയ്യും. അപ്പോൾ അവളെന്ന് പറയും, കിണറാണെങ്കിൽ ആഴമുള്ളതും ഇതിൻ്റെ ഈ പാത്രവുമില്ല, പിന്നെ വെള്ളം എങ്ങനെ കിട്ടും? അത് തന്നെ കണ്ട ഈശോ തന്നെ വിശ്വസിക്കാതിരുന്നവരെ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മയെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. പരിശുദ്ധാത്മയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ആ ചേർത്തി പൊട്ടക്കിണറ്റിലെ വെള്ളമായിട്ടാണ് കണക്കാക്കിയത്. ഈ 2 കക്ഷികളും തോറ്റിരിക്കണം അവിടെ. കർത്താവിന് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ 2 കക്ഷികളും തോറ്റു, ഒരുപോലെ തോറ്റു. കൂടെ നടന്ന പത്രോസിനും വിവരമില്ല. അതുപോലെ തന്നെ കിടന്ന ഭാഗം കണ്ടുമുട്ടിയ ആ സ്ത്രീക്ക് 2 പേർക്കും ഒരേ സാക്ഷരതയാണ്. ഈ സാക്ഷരതയിൽ നിന്നാണ് ഇനി വളർന്ന് വരേണ്ടത്. അപ്പം നിങ്ങൾ ഓർക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയെന്ന് പറയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ പോകല്ലാന്ന് വിചാരിക്കരുത്. ക്രിസ്തു പോക്കറ്റിൽ ചാടിപ്പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങളെ ഇനിയിപ്പോൾ എന്ത് ചോദിച്ചാലും ദൈവം തരും, ആര് ചോദിച്ചാലും ദൈവം തരുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതൊരു ആദ്യ നിലവാരം. നിങ്ങളോട് പറയും, ഇനി വളരാൻ പറയും. ക്രിസ്തു എന്ന് പറയണത് ആഴമായി നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. നിങ്ങൾ ഇനി ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി ഉയരാനും വളരാനും പറയും. ഉടമ്പടിയാണ് നിങ്ങളെ ക്രിസ്തുവിൽ ഉയരുകയും
വളർത്തുകയും ചെയ്യണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് എബ്രായർ 6:1 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ എബ്രായർ 6:1 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പക്വതയിൽ വളരുവാൻ ഞങ്ങൾ പക്വതയിൽ വളരുവാൻ ക്രിസ്തുവിനെ കുറിച്ച് അങ്ങയെക്കുറിച്ചുള്ള അറിവിനാൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ, ഞങ്ങളെ ആഴപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വളർത്തുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠങ്ങൾ, ഇത് വിശ്വാസത്തിൻ്റെ 6:1 അനുസരിച്ചുള്ള പ്രഥമ പാഠങ്ങളാണ്. ഇനി അടുത്ത പാഠങ്ങളിലേക്ക് പോകുന്ന മുമ്പ് കർത്താവ് പറയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, നീ ഈ വെള്ളം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഈ വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവിനോട് ഈ ജീവൻ്റെ ജലം എനിക്ക് തരുമോ എന്ന് ചോദിക്കുവോള്. അപ്പോൾ എനിക്ക് പിന്നീട് വെള്ളം കോരാൻ വരേണ്ടിയില്ലല്ലോ എന്നാണ് അവൾ പറയണത്. അവൾ വിചാരിക്കണം ഈ വെള്ളം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ കർത്താവ് എന്താ പറയണത്? പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയാം. അപ്പോൾ അവൾ തന്നെ പറയും എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഈശോ എന്ത് പറയും? നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന്, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവ് അല്ലെന്ന് പറയും. അപ്പോഴവൾ പറയും അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ട, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കൂടി വേണം. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നീട് കണ്ടില്ലേ? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കർത്താവ് ഒരു അനുഗ്രഹദാതാവിടേക്ക് തോന്നും. ഉടമ്പടിയിലെ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ട് നിങ്ങൾ തോന്നണത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ആ വിളക്ക് കെട്ടുപോകും. എന്താ കാര്യം? അതിൻ്റെ അടുത്ത പാഠമുണ്ട്. എന്താ കാര്യം? അനുതാപത്തിൻ്റെ പാഠമാണ്. അനുതാപത്തിൻ്റെ പാഠമാണ്. എന്താണ്? ഇനി ക്രിസ്തുവിനെ മുന്നോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കുമ്പോൾ അത് സൗജന്യമായിരിക്കും. അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് വേർഷനുണ്ട്. അത് പറയും അത് പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും. അത് നിങ്ങൾ പൈസ അടച്ചാലാണ് അത് തരത്തുള്ളൂ, ആ കണ്ടൻറ്റ് തരത്തുള്ളൂ എന്ന് പറയും. ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠം, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം സൗജന്യമാണ്. അതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് വരുമ്പോൾ പറയും പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. എന്താ പേയ്മെൻ്റ് ഉള്ളത്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവുമല്ല, അപ്പോൾ അതുകൊണ്ട് ഈ കലാപരിപാടിയും ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ തന്നിരിക്കുന്ന അനുഗ്രഹം നിൻ്റെ പാപത്തിനുള്ള അംഗീകാരമല്ല, ലൈസൻസ് അല്ലെന്ന് പറയും. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണ്ടേ? നിത്യരക്ഷയിലേക്കല്ലേ പോണത്. നിത്യരക്ഷയിലേക്ക് നമ്മൾ പോകണം. ഉടനെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മളുടെ വിശുദ്ധീകരണ ജീവിത വിശുദ്ധിയും വിശ്വാസത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ വിശുദ്ധീകരിക്കണ അനുസരിച്ച് കൊണ്ട് അടയാളങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും ആന്തരികമായ ആഴപ്പെടുത്തലും ബോധ്യവും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തുവിനെ അറിയാൻ, ഗ്രഹിക്കാൻ എന്നെ വിശുദ്ധ ജീവിതത്തിലേക്ക് ആനയിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇതിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടുകയാണ്, പക്വതയിലേക്ക് വളരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത്, നമ്മൾ 14:12 വായിച്ചില്ലേ യോഹന്നാന്റെ സുവിശേഷം? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളും നിങ്ങൾ കാണും. ദൈവം കാര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും, വലിയ കാര്യങ്ങളും. കാര്യങ്ങൾ എങ്ങനെ സങ്കീർണമാണ്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ വലിയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അടുത്ത പാഠം പഠിക്കണം. അടുത്ത പാഠം പഠിക്കണം. എന്താ ചെയ്യേണ്ടത്? അനുതാപം വേണമെന്നായി പറയണത്. എന്താണ് കാര്യം? ഈ വെള്ളം എനിക്ക് കുടിക്കാൻ തരിക, ഞാനിനി ഇങ്ങോട്ട് വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ എന്ന് അല്ല അവൾ പറയണത്. അപ്പോഴേ പറയും ഞാൻ വെള്ളം കുടിക്കാൻ തരാം, പക്ഷേ നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവളെന്താ പറയും? എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ എന്ത് പറയും? നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോഴുടനെ അവൾ പറയും അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അടുത്ത മനസ്സിലാക്കൽ വന്നു. ക്രിസ്തുവിനെ മാറിയിട്ട് അത്ഭുതങ്ങൾ നൽകുന്ന ആളും അതുപോലെ തന്നെ സാധാരണ വ്യക്തിയിൽ നിന്ന് ഈശോനെ
അത് പ്രവാചകനായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഉടനെ അവൾ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഈശോ ഈ വെള്ളം കുടിക്കാൻ തരിക എന്ന് പറയുമ്പോഴേ, അപ്പൊ 4:14 വായിച്ചേ. യോഹന്നാൻ 4:14 എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പൊ സാധാരണ അനുഗ്രഹത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പോവുകയാണ് വിഷയം. ക്രിസ്തുവിന് നമ്മൾ എന്തിനാണ് ഉൾക്കൊള്ളണത്? IELTS പാസ്സാകാനും പറമ്പ് വയ്ക്കാനുമാണ്? അല്ല. എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ വസ്തുക്കളും ഓരോ അനുഗ്രഹങ്ങളും ഉടമ്പടിയിൽ തരുന്നതിൻ്റെ കാരണം നിങ്ങൾ ക്രിസ്തുവിലൂടെ നിത്യത അന്വേഷിക്കാൻ വേണ്ടിയാണ്. 7:39 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 7:39 അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതായത് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ നിനക്ക് തരുന്ന വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പറയുമ്പോഴേ, ആ വെള്ളം എനിക്ക് തരിക, ഞാൻ ഇനി കിണറിൽ വെള്ളം കോരാൻ വരേണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേ, ആ വെള്ളമെന്ന് പറയാം എന്താണ്? അതാണ് ഈശോ പറയുന്ന 7:39 വചനം. എന്താ പറഞ്ഞത്? അത് തന്നിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞേ, അത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, വിശ്വാസത്തിന്റെ പ്രഥമ പാഠം കഴിഞ്ഞാൽ പിന്നെ പക്വതയ്ക്ക് വളരണം. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പക്വതയ്ക്ക് വളരണം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. വീട്ടിലെ അപ്പം ഒരു അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, നിന്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെ നിറക്കണമേ. പറഞ്ഞേ, കർത്താവേ, നിന്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറക്കണമേ. അപ്പൊ പരിശുദ്ധാത്മാവാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രഥമ പാഠം എന്ന് പറയുന്നത് അനുതാപമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയത്തില്ലേ 7:2:38 എന്താ പറയണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറയുമ്പോൾ ഈശോ പറയും, പത്രോസ് ചോദിക്കും, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ? നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറയും. അപ്പം എപ്പോഴും ബൈബിൾ എങ്ങനെ ഏത് കാലത്ത് വെളിപ്പെടുത്തിയാലും കണ്ടന്റ് വൈസ് സെയിം ആയിരിക്കും. ഇവർ പരസ്പരം എഴുതപ്പെടുന്ന ആൾക്കാർ ചോക്ക് പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. എഴുതുന്നത് പരിശുദ്ധാത്മാവാണ് എഴുതണമെങ്കിലും എഴുതുന്ന ആൾ ചോക്കാണ്. ചോക്ക് ഇപ്പോൾ അധ്യാപകൻ നമ്മൾ ടേബിളിൽ അല്ലെങ്കിൽ ബോർഡിൽ എഴുതണത് അധ്യാപകനാണ് എഴുതുന്നത്, ചോക്കാണ് എഴുതണത്. അധ്യാപകനല്ല എഴുതണത്, ചോക്ക് കൊണ്ടാണ് എഴുതണത്. ഇപ്പോൾ യോഹന്നാനൊക്കെ ഒരു ചോക്കാണ്, പത്രോസും ഒരു ചോക്കാണ്. അവരെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതുന്നതാണ്, പല കാലങ്ങളിൽ എഴുതുന്നതാണ്. പക്ഷേ ആ എഴുതുന്ന ആൾ പരിശുദ്ധാത്മാവ് ആയതുകൊണ്ടും ഒരേ ഒരാളായത് കൊണ്ടും എവിടെ എന്ത് പറഞ്ഞാലും പരസ്പര വിരുദ്ധം ഉണ്ടാകത്തില്ല. ഇവിടെ എന്താ പറഞ്ഞത്? നിനക്ക് ഈ വെള്ളം കുടിച്ചാൽ നീ ദാഹിക്കും അല്ലേ? ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? അത് 7:39 തന്നെ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഈ ആത്മാവിനെ കിട്ടാൻ എന്താ പറയണം? എന്താ മാർഗം? ഈ ആത്മാവിനെ കിട്ടാൻ പശ്ചാത്താപം തന്നെ പറയണം. പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വരണം. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പോൾ അപ്പോൾ എനിക്ക് ഭർത്താവില്ല, നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ് ശരിയാണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോഴേ അനുതാപത്തിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ സഭ സ്ഥാപിക്കപ്പെടുമ്പോഴും പത്രോസിലൂടെ പറഞ്ഞതാണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ എന്താ പത്രോസ് പറയണത്? പ്രവർത്തനങ്ങൾ 2:38 പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മ ദാനം കിട്ടാനുള്ള മാർഗം എന്താണ്? പശ്ചാത്താപം തന്നെയാണ് അവിടെ. ഇത് തന്നെയാണ് ഈശോ സമരക്കാരോട് പറഞ്ഞത്.
ഇത് തന്നെയാണ് ഈശോ പത്രോസിനോടും പറഞ്ഞത്. പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളിലും നിർദ്ദേശങ്ങളിലും ഒന്നും വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. അപ്പോഴേ ഈ അടയാളങ്ങൾ കാണുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവേ, നീ ഞങ്ങളെ വിട്ടു പോകണമേ എന്ന് പത്രോസ് പറയുന്നില്ല അത്ഭുതം കാണുമ്പോൾ. ലൂക്ക 5:7 അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച്. അപ്പൊ അത്ഭുതകരമായ മീൻപിടുത്തമാണ്. കടലിൽ ഒരു കരിനന്തം പോലും ഇല്ലാത്ത കാലത്ത് കർത്താവ് സമർത്ഥമായ മത്സ്യവിളയാളികളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം കൊടുക്കണവർക്ക് ആ ആധിക്യം. അപ്പം മറ്റു വള്ളക്കാർ ഈ വള്ളം മുങ്ങണ കാരണം മറ്റു വള്ളക്കാരെയും കൂടി പത്രോസ് കൈകൊണ്ട് ആ നൻപ് കാട്ടി വിളിക്കും. എന്നിട്ട് 2 വള്ളങ്ങൾ മുങ്ങാറാവോളം നിറക്കും. അടുത്ത വായിച്ചേ. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അനുതാപത്തിന്റെ ഒരു സെക്ഷൻ കഴിയുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കർത്താവ് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് കാര്യങ്ങളെ 2 തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളും ഇവയേക്കാൾ വലിയ കാര്യങ്ങളും. വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോവുകയും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ദർശിക്കുകയും ചെയ്യുമെന്ന് പറയും. ഈ വലിയ കാര്യങ്ങൾ നമ്മൾ ദർശിക്കുന്നത് എപ്പോഴാണ്? കർത്താവ് പിതാവിൻ്റെ അടുത്ത് പോകണം. പിതാവിൻ്റെ അടുത്ത് പോണത് എന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും. അതാണ് പിതാവിൻ്റെ അടുത്ത് പോകണം. നമ്മൾ വലിയ കാര്യങ്ങൾ ദർശിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വലിയ കാര്യങ്ങൾ ദർശിക്കുമെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 14:16 എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിനോട് അടുത്ത് പോവുകയും പിതാവിനോട് ചോദിക്കുകയും. അടുത്ത വായിച്ചേ. എന്നേക്കും നിങ്ങളോട് കൂടെ എന്നേക്കും പറഞ്ഞ എന്നേക്കും നിത്യത വരെ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇവരുടെ അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കണ്ടന്റ് വയസ്സ് പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖമോ പാപം ഉപേക്ഷിക്കലോ മാത്രമല്ല, മറിച്ച് എന്താണ്? ഇവർ 2 പേരും, ഈ പത്രോസും സമറിയക്കാരത്തെയും ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. 2 പേരും അതായത് പത്രോസ് നീ ക്രിസ്തുവാണെന്ന് പറയുന്ന ഇടവേതാണെന്നറിയാവോ? കേസറിയ ഫിലിപ്പി. അതായത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗവർണറാണ്, ഇസ്രയേലിലെ ഗവർണറാണ്. കെസർ എന്ന് പറഞ്ഞ സീസറെ, റോമിലെ ചക്രവർത്തിക്ക് വേണ്ടി ഭരിക്കുന്ന ടെട്രാക്കായ പ്രവിശ്യ തലവനായ ഫിലിപ്പ് ഒരു ദേവാലയം പണിതു. അതാണ് കേസറിയ ഒരു സിറ്റി പണിതിട്ട് അവിടെ ഒരു വലിയ ക്ഷേത്രം പണിയും. അതിൻ്റെ പുറത്ത് കുറേ ദേവതകളെ സൃഷ്ടിക്കുക. ആ ദേവതകളുടെ മുമ്പിൽ കേസറിയ ഫിലിപ്പിയിലാണ് ഈ പത്രോസ് വന്ന് പെടുന്നത്. അവിടെ വെച്ചാണ് കർത്താവ് ചോദിക്കുന്നത്, whom do you say that I am? Take the word of God. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവിടെയാണ് വിഷയം വന്നത്. കാര്യം ഈ ഫിലിപ്പ് ഗവർണറെ ഈ സീസറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പല വിഗ്രഹങ്ങളെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചക്രവർത്തിയുടെ വിഗ്രഹമുണ്ട്, പിന്നെ കുറേ ചക്രവർത്തി ആരാധിക്കുന്ന ഡയാന ദേവിയുടെ വിഗ്രഹമുണ്ട്. പല വിഗ്രഹങ്ങൾ ഇങ്ങനെ ഈ മട്ടുപ്പാവൂർ ഈ കേസറിയ ഫിലിപ്പിയുടെ ക്ഷേത്രത്തിന് മുകളിലുണ്ട്. അപ്പോൾ പത്രോസിൻ്റെ ഇതിന് മുമ്പ് നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, whom do you say that I am? എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ഈ ക്ഷേത്രങ്ങളുടെ മുകളിലിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഇങ്ങനെ നോക്കും. അപ്പോൾ ബറൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്? അവയ്ക്ക് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, അവയ്ക്ക് ചെവി കൊണ്ട് പക്ഷെ കേൾക്കുന്നില്ല, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് ജീവനില്ല. ഇത്രയും മനസ്സിലാക്കിയിട്ട് പത്രോസ് ഒരു നെടുവീർപ്പോടെ പറയും,
ഇതുപോലെയുള്ള കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ജീവനില്ലാത്ത ദൈവമല്ല നീ. യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, പത്രോസ് പറയും, ഇതുപോലുള്ള ഒരു ദൈവമല്ല നീ. നിന്നെ ഞാൻ കണ്ടു. നീ കണ്ണിന് കാഴ്ച കൊടുക്കണേ കണ്ടു, ചെവികൾക്ക് കേൾവി കൊടുക്കണേ കണ്ടു, ഊമന് സംഭാഷണ ശക്തി കൊടുക്കണേ കണ്ടു, കടലും മീത് നടക്കുന്ന കണ്ടു. നീ മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന ജീവനുള്ള ദൈവമാണ്. യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നീ ജീവിക്കണ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ മിശിഹ പുത്രനാണ് നീ എന്ന് പറഞ്ഞ സമയത്ത് ഈശോ പറഞ്ഞു, ഇവിടെ വെച്ച് സാക്ഷരത, ഈ ക്ലാസ് അവസാനിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ പ്രൊക്ലൈം മീ മൈസെൽഫ് ആസ് എ മിശിഹ. നീ എന്നെ മിശിഹായായിട്ട്, രക്ഷകനായിട്ട്, ദൈവപുത്രനായിട്ട് ഏറ്റു പറഞ്ഞു. അത് നീയല്ല, അത് ഐ നോ ഇറ്റ്. അത് നീയല്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നിലൂടെ സംസാരിച്ചത്. അപ്പോൾ അതാണ് നിനക്ക്. പക്ഷേ പിന്നെ ഈശോ പറയും, ഈ പറഞ്ഞത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. ഇത് നീ അറിഞ്ഞു, അത് അനുഭവമാക്കുന്നതിന് വേണ്ടി പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. അതാണ് അതിനുശേഷം അവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അതിൻ്റെ താഴെയുള്ള വീടാർപ്പണ പ്രവചനം വായിച്ച് 17 താഴെയുള്ളത് 16:21. അപ്പോൾ മുതൽ ഉണ്ടായി. ഇപ്പോൾ മുതലാണ് സംഭവിക്കുന്നത്. എന്താണ് അപ്പോൾ മുതൽ? യേശു അതെ, ക്രിസ്തുവാണെന്നുള്ള അറിവിൽ കൊണ്ടേ പത്രോസിനെ എത്തിച്ചു. ആ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. രണ്ടാമത്തെ അറിയിപ്പ് തുടങ്ങുകയാണ്. ആ ക്ലാസ് മാറുകയാണ് പക്വതയിലേക്ക്. നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാൻ വേണ്ടി പറയുമ്പോൾ, പക്വതയിൽ ക്രിസ്തുവിനെ നിത്യതയുടെ അച്ചാരമായിട്ട് കണ്ടെത്തിയവൻ, അതിൻ്റെ മുഴുവൻ തുക കൊടുത്താൽ മാത്രമേ ഇത് മൊത്തമായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് മാറത്തുള്ളൂ. നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അച്ചാരം മാത്രമാണത്. അതിന് മുഴുവൻ തുകയും കൊടുക്കണം. അതിനകത്ത് പേയ്മെൻ്റ് ഉണ്ട്. കുറച്ച് ക്രിസ്തുവിനെ പ്രതി കുറച്ച് ക്ലേശങ്ങളുണ്ട്, അല്ലേ? അത് ആ ക്ലേശങ്ങൾ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. നമുക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ അത് കുറച്ച് ലോങ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാക്കണം. കാര്യം നിങ്ങളിവിടെ ഉടമ്പടി എടുത്തിട്ട് 5 കാര്യങ്ങളും നടന്നു, ഭർത്താവിന് സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. ഇപ്പോൾ ഒന്നും മാറാത്തവരാണ് ഈ പന്നി പറയണത്. അതാണ് പ്രശ്നം. ഈ 5 കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. അപ്പോൾ ഇവർക്ക് 5 കാര്യങ്ങൾക്കും ഇവർക്ക് ഒന്നും നടക്കാത്ത പോലെയുള്ള അളിഞ്ഞ മോന്തമായിട്ടാണ് ഇവർ കസായം കെട്ടി എഴുന്നള്ളിക്കണത്. ദാറ്റ് മീൻസ് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അവിടെ എൻ്റെ വിഷയം എന്ന് പറയണത്, ഈ സംശയം എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു 5 കൊല്ലം കൂടി എടുക്കുമെന്ന് വിചാരിച്ചു. അത്രയും കാലമുള്ള ക്ലേശങ്ങളെ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മത്തായി 16:24. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കണ്ടോ? അപ്പോഴിനി അടുത്ത നടപടിയില് നമുക്ക് 6 കാര്യങ്ങൾ എഴുതി വെച്ചാലും ചിലപ്പോൾ 3 കാര്യങ്ങൾ നടന്നിട്ട് 3-ാമത്തെ കാര്യം നിങ്ങൾ ഓർക്കും, ഉടനെ പുതുക്കുമ്പോൾ ഉടനെ നടക്കുമെന്ന്. പുതുക്കുമ്പോൾ ഉടനെ അത്ഭുതം നടക്കും. എന്താ നടക്കണമെന്ന് അറിയാവോ? ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ കണ്ണ് തുറന്നു തരും കർത്താവ്. എന്താ അത്? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹത്തോടെ എടുത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും. അതും അതിലെ പരിശുദ്ധാത്മാവിന് നിത്യതയും കിട്ടും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞ് ഇത് ഭയങ്കര പാടാണ്, ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തി.
ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവനോട് ദുർന്യായം പറയാൻ തുടങ്ങി. അങ്ങനെയല്ല കർത്താവേ, അപ്പം നിങ്ങളും പറയും അതുപോലെ. അങ്ങനെയല്ല, ബാക്കി എനിക്ക് മകന് ജോലി കിട്ടിയത് അവന് കൊള്ളാം, പക്ഷേ സംശയം ഭർത്താവിൻ്റെത് ഞാനല്ലേ അനുഭവിക്കണത്, എന്നെയല്ലേ സംശയം. മകന് ജോലി കിട്ടി അത് കൊള്ളാം, അതിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ എങ്ങനെയും നേടിയെടുത്തുള്ളൂ, എന്നാലും സംശയം ഒന്ന് മാറ്റി. അപ്പോൾ നോക്ക്, അപ്പോഴും ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടപ്പോഴും. അപ്പോൾ അപ്പോഴും നിങ്ങളുടെ അവലാദികൾ മാറിയാൽ മതി. അപ്പോൾ അവലാതി മാറ്റാനുള്ള ഉപാധിയായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനിൽ നിന്നുള്ള യഥാർത്ഥ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്, പിടിയോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഉടനെ 10 ദിവസം മാറ്റി നിർത്തി. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 16:22. മത്തായി 16:22. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ ഇത് ഇത്രയും പറയുമ്പോഴേ ക്ലേശങ്ങൾ പറയുമ്പോൾ പറയും, അത് നടക്കാതിരിക്കട്ടെ കർത്താവേ, അത് നടക്കാതിരിക്കട്ടെ കർത്താവേ എന്ന് പറയും. ഇത് നമ്മളെല്ലാവരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. പക്ഷേ സെക്കൻഡ് ഫേസ്, എന്നെപ്പോലുള്ള ഒരു സെക്കൻഡ് ഫേസിൽ അത് നടക്കണേ കർത്താവേ, നിൻ്റെ തിരുമനസ്സ് നിറവേറിയാൽ മതി, നിൻ്റെ നാമം പൂജിതമായാൽ മതി, അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞത് ഒരു രക്ഷയുമില്ലാത്തൊരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ജന്മത്തെ നിലനിർത്താൻ കഴിയാൻ പറ്റും. ഒരു വരി മതി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. ഈ ഒരൊറ്റ വരി ആദ്യം മതിയെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം ജീവിക്കാൻ പറ്റും. എന്താ പറഞ്ഞ, കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിരുമേനി രക്ഷിക്കണമേ. പ്രലോഭനം എന്തെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരുത്ത സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴും ഉടനെ അവൻ പറഞ്ഞ് അവിടെ 4 ലക്ഷം ശമ്പളമാണെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ വീട് സ്ഥലവും വിറ്റ് അപ്പനെയും അമ്മനെയും പുതപ്പിച്ച് കിടത്തിയിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോകും. പ്രലോഭനമാണ്. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ ജോലി കിട്ടി, അവൻ്റെ ജോലി തന്നെ അവിടെ, നമ്മളവിടെ ചെന്നപ്പോൾ അവൻ്റെ ജോലിയും പോയി. അങ്ങനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നമ്മളെല്ലാം നന്മയായിട്ട് തോന്നണതാണത്. ഈ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് കേരളം ഒരു പരുവത്തിലായി, കണ്ടവൻ്റെ കയ്യിലുമായി, നമ്മുടെ കിഡ്നി വരെ ബാങ്കുകാരൻ്റെ കയ്യിലായി. എന്താണ് അല്ല തമസല്ലേ? എല്ലാവരുടെ കിഡ്നിയും പണയമാണ്. ഇടയ്ക്കൊന്ന് തപ്പി നോക്കണേ, ബാങ്കുകാർ അടിച്ചിട്ട് പോയാന്നറിയത്തില്ല. അതിൻ്റെ പ്രശ്നം എന്നാൽ ഓരോ കാര്യം വരുമ്പോൾ മക്കളെടുത്ത് ചാടും, നമ്മളെ കൂടെ ചാടും. ഞാൻ ക്യാമറ വെള്ളത്തിലോട്ട് പോട്ടെ, ആ വെള്ളത്തിലോട്ട് പോട്ടെ, നമ്മൾ മക്കളുടെ കൂടെ ചാടുകയാണേ. മക്ക് വിവരമില്ല പറഞ്ഞായിരിക്കും ചിലപ്പോഴേ, അവിടെ കൂട്ടുകാരൻ്റെ പോയെന്ന് പറഞ്ഞാൽ നമ്മളുടനെ വീടും സ്ഥലവും വിറ്റ് ആ പിള്ളേരുടെ കൂടെ വെള്ളത്തിൽ ക്യാമറയുമായിട്ട് ചാടണം പോലെ ചാടിയതാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ എപ്പോഴും നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. എന്താണ്? ഞങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് മൊത്തം പ്രാർത്ഥിക്കുന്നതിനേക്കാളും അത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ അതിൻ്റെ ഓരോ വരിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, അന്ന് ഇന്നത്തെ കാര്യം നടത്തി തരണമെന്നാണ്. അതിൽ ഏറ്റവും വലിയ സംഭവം അത്. പിന്നെ എന്താണ്? ഞങ്ങൾക്ക് എന്തെല്ലാം നടത്തി തന്നാലും ഞങ്ങൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ ജന്മത്ത് പൊങ്ങി വരത്തില്ല. നമ്മുടെ വീടും കുടിയും എല്ലാം പാട്ടത്തിലും കടത്തിലുമായി. നമ്മൾ ഒരു മെത്തയുടെ പരസ്യം കാണുമ്പോൾ തോന്നും, ഒരു മെത്തയുടെ പരസ്യം കണ്ട് പപ്പ നല്ല മെത്ത, നല്ല അടി, നമുക്കതൊരെണ്ണം മേടിക്കണം. എന്തിനാണ്? വാടക വീട്ടിൽ ഇടാനാണ്. അപ്പം ചോദിക്കണം അതാണ്. ഈ പരസ്യം കാണുമ്പോൾ മക്കൾ ചാടും, പക്ഷെ അപ്പം പറയും ഇത് നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാൻ വരുമ്പോൾ ഈ മെത്തയും കൂടി വരച്ചോണ്ട് ഇപ്പം നമുക്ക് വെറുതെ പോയാൽ മതി. നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയി മെത്ത ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത വണ്ടിക്ക് ഏത് ഓട്ടോറിക്ഷക്കാരന് പിന്നെ 120 രൂപ വേറെ കൊടുക്കണം ഈ മെത്ത ചുമക്കാൻ വേണ്ടി. അതാ പ്രശ്നം. അപ്പോൾ ഒരു പ്രലോഭനത്തിൽ വീണതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രെയറാണത്. അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്നറിയാം. പ്രൊട്ടക്ഷൻ പ്രെയർ ഉണ്ട്, ഡെലിവറൻസ് പ്രെയർ ഉണ്ട്, ഡെയിലി മെയിൻ്റനൻസ് പ്രെയർ ഉണ്ട്. സ്വർഗസ്ഥനായ പിതാവിൽ നിങ്ങൾ എന്നാ ജാതി ആയാലും ശരി, ആ സ്വർഗസ്ഥനായ പിതാവ് ഒന്ന് പഠിച്ചു വെക്കണം. നല്ലതാണ് കേട്ടോ. ഏത് സമയത്ത് കരകയറുന്നൊരു പിടിയും കിട്ടത്തില്ല, അത്ര സൂപ്പറാണ്. അതിൻ്റെ കൂടെയുള്ള അമ്മയുടെ നന്മ നിറഞ്ഞ പറയും, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി എന്നുള്ളതും ദൈവഹിതത്തിൽ നിന്ന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റം നടത്താൻ അമ്മ നിങ്ങളുടെ കൂടെ വരേണ്ട പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പറയും. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പത്രോസിന്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരത്തില് ഒരു ട്രാൻസിഷൻ എന്താണ്, ഒരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസ് നീ ക്രിസ്തുവാണെന്നെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പത്രോസോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. എപ്പോഴും നമ്മളൊരു ട്രാൻസിഷന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ 2ാം ഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് എക്സ്ട്രാക്ഷൻ വരണം. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ പ്രശ്നമുണ്ടാകും.
പ്രശ്നം ഉണ്ടാവുന്നല്ല, നമ്മൾ ക്രിസ്തുവിനെ അത്ര കണ്ട് നമുക്ക് അനുഭവവേദ്യമാകാതെ വരും. പ്രശ്നം എന്താ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വേണമെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കാം. നിരീശ്വരന്മാരൊക്കെ കണ്ടില്ലേ, ടി വിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന നിരീശ്വരന്മാർ ആരെങ്കിലും അവിടെ എല്ലാം നല്ല ആരോഗ്യമുള്ളവരല്ലേ? ടി വിയിൽ ചർച്ച ചെയ്യണ എല്ലാ നിരീശ്വരന്മാരെന്ന് നോക്കിയേ, എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. അപ്പോൾ സൗന്ദര്യവും ആരോഗ്യം ഉണ്ടായെങ്കിൽ ഈശ്വരവിശ്വാസം വേണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്തിനാണ് വിശ്വസിക്കുന്നത്? ഈ ഭൂമിക്ക് വേണ്ടിയല്ല, ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1 കൊരിന്ത്യർ 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും പ്രൊമോഷനും പെൻഷനും PR-നും മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 15:19 പറയുന്നു, നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും എന്താണ്? ഹതഭാഗ്യരാണ്. നിരീശ്വരന്മാരെക്കാളും ഹതഭാഗ്യരാണ്. കാര്യം ഈ ജീവിതം അവർക്കുണ്ട്, നമുക്കുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? പിന്നെ എന്താ കെട്ടിയെടുത്ത് വിശ്വാസിയാകണത്? വിശ്വാസിയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവിശ്വാസി എന്നാണ് എൻ്റെ അർത്ഥം. നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതത്തെ, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ഒരു ജീവിതത്തെ കണ്ടെത്തുകയാണ്. അതിനൊരു ട്രാൻസിഷൻ വേണം. അതിന് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞു. അപ്പോഴേ ഒത്തിരി ക്ഷേത്രങ്ങളെ, അതുപോലെ തന്നെ ദൈവസന്നിധാന സങ്കേതങ്ങളൊക്കെ നിലവിലുള്ള ദൈവസങ്കേതങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. അത് തന്നെയാണ് ഈ സമരക്കാർക്കും സംഭവിക്കുന്നത്. സമരക്കാർക്ക് ഒരു ക്രിസ്തുവിലേക്കുള്ള ട്രാൻസിഷന് മുമ്പ് ഇതുപോലൊരു മലയും അതുപോലുള്ള വിശ്വാസം കാണുന്നുണ്ടേ. 4:20 എടുത്ത്. യോഹന്നാൻ 4:20. ഞങ്ങളുടെ പിതാക്കന്മാർ അതേ കിടക്കണ സംഭവം കണ്ട ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. മൗണ്ട് ഗെരിസിം, അതാണ് മൗണ്ട് ഗെരിസിം, ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോഴേ ജെറുസലേമിന്റെ ആരാധന സ്ഥലത്തേക്ക് അപ്പോഴേ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണ മറുപടി? യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞേ. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. സ്ത്രീയെ അപ്പൊ എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണത്. എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ്. അവിടെ ഇവിടെ ആരാധന ഉണ്ടല്ലോ എന്ന് പറയും സ്ത്രീയെ, പുരുഷ എന്താണ്? എന്നെ വിശ്വസിക്കുക. പിന്നെന്താണ്? ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. ഇവിടെ വായിച്ചോളൂ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. ക്രിസ്തു വരണത് യഹൂദരിൽ നിന്നാണല്ലോ എന്നാണ്. രക്ഷ എന്ന് വെച്ചാൽ ക്രിസ്തുവാണ് അവിടെ രക്ഷ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്? ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ അതായത് അത്ഭുതങ്ങള്, അതിനുശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങള്, അതിനുശേഷം വിശ്വാസത്തിൻ്റെ പ്രഥമപാഠം പിന്നിട്ട് നമ്മൾ പക്വതയിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. രക്ഷകനായി സ്വീകരിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രിസ്തു അല്ലാത്ത എല്ലാത്തിനെയും, അല്ല നിത്യജീവൻ നൽകാത്ത എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റും. എന്ത് ചെയ്യും? എന്ത് പറയും? യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീയാണ് ക്രിസ്തു, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന് പറയുമ്പോഴേ നിത്യതയിലേക്ക് നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ ക്ഷണിക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ നാമത്തിലേക്ക് നിത്യതയിലേക്ക് ക്ഷണിക്കുകയും വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പൊ പാല് കൊടുക്കേണ്ട കാലം, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട കാലമുണ്ട്. പാല് എപ്പോഴും നമ്മൾ പാലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്.
ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഇറച്ചി കഷ്ണം കൊടുക്കും അല്ലേ, ചോറ് കൊടുക്കും. ടൈത്തപ്പെടുമ്പോൾ നിങ്ങൾക്ക് പാലാണ് ആവശ്യം എന്ന് പറയുന്നില്ല. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 5:12 ഹെബ്രായർ 5:12 ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞേ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനക്കാരാണല്ലോ. ഇപ്പം കസ്മാറ്റിക്കാർ 10-50 കൊല്ലം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനക്കാരുടെ എണ്ണം കൂടി. ബ്രദർമാരെ കണ്ടക്കഴിഞ്ഞ് ഇപ്പോൾ 2 കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് വല്ല മനസ്സമ്മതം കഴിഞ്ഞാൽ എന്നോട് പറയാം, എൻ്റെ അച്ഛാ മകളുടെ കല്യാണത്തിന് മനസ്സമ്മതമായി, ഒത്തുചോദ്യം കഴിഞ്ഞെന്ന് പറയും. പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ബ്രദറാണെന്നാണ് പറയണത്, പ്രാർത്ഥനക്കാരെന്നാണ് വിളിക്കണത്. പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരള സഭയിൽ ഉരുത്തിരിഞ്ഞ് വന്ന പുതിയ ഒരു ആത്മീയ വംശമാണ് പ്രാർത്ഥനക്കാരുടെ വർഗം. അപ്പോഴതിൻ്റെ അകത്ത് അതാണ് എൻ്റെ പ്രഥമ പാഠങ്ങളാണത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ് പ്രാർത്ഥനക്കാരുണ്ടാകണത്. പിന്നെ എന്താണ് ഇവിടെ 5:12 അതല്ല പറയണത്. എന്താ പറയുക? ഒന്ന് വായിച്ചത്. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് പ്രശ്നം. അതായത് ഒരു വിഷയം വരുമ്പോഴേ ഉടനെ കൃപാസനത്തിൽ വന്ന് ബ്രദറിനെ കാണണം, സിസ്റ്ററിനെ കാണണം, അച്ഛനെ കാണണം എന്നല്ല പറയണത്. നിങ്ങളെ പരസ്പരം സങ്കീർത്തനങ്ങൾ കൊണ്ട് പ്രബോധിപ്പിക്കാൻ. സങ്കീർത്തനങ്ങളും വിശുദ്ധ വചനങ്ങൾ കൊണ്ട് പരസ്പരം സാന്ത്വനം ചെയ്യുവാൻ, അഭിവാദനം ചെയ്യുവാൻ. കൊരിന്തോസ് 14:26 നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കും. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. കണ്ടില്ലേ? അപ്പൊ ഒരു സങ്കടക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഉടനെ എത്തി കൃപാസനത്തിൽ പോകാൻ പറയും. കൃപാസനത്തിൽ പോകാൻ പറയേണ്ടെന്നല്ല പറയേണ്ടത്, നിങ്ങൾ വളരണമെന്നാണ് പറയണത്. എന്താ കാര്യം? നിങ്ങൾ ഇതിനകം ഹെബ്രായർ 5:12 എന്താ പറയണത്? ഇതിനകം നിങ്ങൾ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞ് വായിച്ചിരിക്കണം. ഒന്ന് കുറേ ഇപ്പൊ അപ്സം വായിച്ച വചനം ഏതാണ്? 1 കൊരിന്തോസ് 14:26 14:26 നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇന്നിപ്പോഴ് ഉടമ്പടി എടുത്ത പലർക്കും വെളിപാടുണ്ട്. ഉടമ്പടി എടുത്ത് പലർക്കും വചനങ്ങൾ അറിയാം. കാര്യം എല്ലാ ദിവസവും ഒരു വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സഹോദരി രാത്രി 2 മണി വരെ ഇരുന്നാണ് ഈ സാക്ഷ്യങ്ങൾ വചനം കേൾക്കണത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയെ വ്യാപരിക്കുമ്പോൾ നമ്മളൊരാളൊരു സങ്കടം പറഞ്ഞാൽ നമ്മൾ ഉടനെ അവരോട്, ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾ മാതാവിൻ്റെ മുമ്പ് നിൽക്കുകയാണ്. അവളുടെ മകള് എന്തോ പരീക്ഷയുടെ കാര്യത്തിന് ഭയങ്കരമായ സംഘർഷത്തിലാണ്. അപ്പോൾ ഉടനെ അവിടെ അമ്മ പറയും, 7 മാതാവ് കാണിക്കുന്നുണ്ട് മോളെ, 7-ാം തീയതി ആയിരിക്കും നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും. അപ്പോൾ വെളിപാടല്ലേ അത്? ആ 7-ാം തീയതി 6-ാം തീയതി ആണെങ്കിൽ ആ പേപ്പർ വന്നെങ്കിലും അവൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് 7-ാം തീയതിയാണ് അമ്മ പറഞ്ഞ. അതാണ് ഇന്നലെ കേട്ട സാക്ഷ്യം. 7 മാതാവ് കാണിക്കുന്നുണ്ട് മകളെ, നിൻ്റെ കാര്യം നടക്കണം 7-ാം തീയതി ആയിരിക്കും. അത് വെളിപാടല്ലേ? അപ്പം ഇന്ന് സാധാരണ അമ്മമാർക്ക് പോലും നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നടക്കുന്നത് എവിടെയാണ്? ഉടമ്പടിയിലാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് മാത്രമേ അപ്പോസ്തലന്മാർ ചോദിച്ചുള്ളൂ. നിങ്ങൾ ചോദിക്കേണ്ടത് എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നെ പ്രാർത്ഥിക്കാൻ. കാര്യം കർത്താവ് എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ? എന്താ കാര്യം? എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥന വരെ നമുക്ക് കിട്ടിയിരിക്കും.
എന്താ കാര്യം? പ്രബോധിപ്പിക്കുന്നതിനേക്കാളും പ്രാർത്ഥനാപരം 10ാം ക്ലാസ് പാസ്സാതെ എങ്ങനെയാണ് നമ്മൾ +2 പോണത്? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം. വലിയ കാര്യങ്ങളിലാണ് ധ്യാനം തുടങ്ങിയത്, വലിയ കാര്യങ്ങളാണ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാകണം ഉടമ്പടിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ക്രിസ്തു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ളെല്ലാം ദൈവം നിങ്ങൾക്ക് ചേർത്ത് നൽകുകയും നമ്മൾ ചെയ്യേണ്ട ജോലി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും. ദൈവത്തിൻ്റെ ജോലി നമ്മൾ ചെയ്തുകൊണ്ട് നിത്യതയിലേക്ക് വിജയകരമായി പ്രവേശിക്കുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ, എല്ലാവരും എഴുന്നേൽക്കട്ടെ. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരന്ത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്കും നമ്മൾ കർത്താവിൻ്റെ നാമത്തെ വചനത്തിൽ പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി നമ്മുടെ വിഷമങ്ങളെയും ഇന്നത്തെ പ്രയാസങ്ങളെയും കർത്തൃത്തിരുസേനയെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയിൽ ഓർക്കാം. ഭക്തിയോടെയും ആദരവോടെയും സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെയും മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷമായി അർപ്പിക്കുന്ന കുർബാനയുടെ യോഗ്യതയാൽ അങ്ങയുടെ അവകാശവും ഓഖിനുമാകുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താറയുടെ ചുറ്റും ഓൺലൈനിൽ പങ്കെടുക്കുന്ന അക്രൈസ്തരായ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക വിഹിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അണിപ്പെടുതാർന്ന അത്ഭുതകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കണ്ണുനീരിന്റെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക. കർത്തൃസന്നിധിയിൽ നിൽക്കുന്നെന്ന് ഓർക്കുക. കാനായിലെ കല്യാണ കുടുംബത്തിൽ നിന്നതുപോലെ കർത്താവിൻ്റെ കൂടെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വലിയ സ്വർഗീയ മഹനീയ സമയമാണെന്ന് ഓർക്കുക. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വൈദ്യ കർത്താവ് വൈദ്യനും വൈദ്യവുമായ യേശുക്രിസ്തുവേ, വൈദ്യശാസ്ത്രജ്ഞരെ സൂചിക്കും മരുന്നിനും കടന്നിലവാത്ത മനുഷ്യമനസ്സിൻ്റെ ഗാഥനങ്ങളിലെ മുറിവേറ്റ ചിന്തകളിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് ആധിയിലേക്ക് ഭീതിയിലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ ഭയങ്ങളും ഭീതികളും ഉത്കണ്ഠകളും നിരാശകളും അതിൻ്റെ ആദ്യ കാരണങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ആദരവോടെ ആയിരിക്കുക. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ അടിയങ്ങൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരാധ്യനെ, കർത്താവെ പരമോന്നതനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിരാശയെ നിബന്ധിച്ച മനുഷ്യര്, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് സാമ്പത്തിക ബാധ്യതകളുള്ളവര്, കേസുള്ളവര്, മക്കളെക്കുറിച്ച് വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവരെ, അതിൻ്റെ പേര് കേസ് അയക്കുന്നവർ, ഗവൺമെൻറ് സർവീസിൽ നിന്നും സ്വകാര്യ സർവീസിൽ നിന്നും പുറത്തു നിൽക്കുന്നവരെ എല്ലാവരെയും ഈ സമയത്ത് കണ്ണുനീരുടെ ഓർക്കുന്ന കർത്താവേ, അമ്മേ പരിശുദ്ധമേ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സമാധാനമില്ല, അവർക്ക് സന്ധിപ്പില്ല, അവർക്ക് ആശ്വാസമില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങനെ തിരുസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളെ പരിശുദ്ധമ ദേവമാതാവ് കർത്താവിന് തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലെ കർത്താവിന് ദൈവികമായ കൃപ ചൊരിയണ സമയമാണ്. ശ്രദ്ധിക്കട്ടെ. കൈകള് കുപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ച് സ്വന്തം കുടുംബത്തിലെ കണ്ണുനീര് ഓർത്തുകൊണ്ട്
മാതാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് അത് ഏൽപ്പിക്കുന്ന വലിയ സമയമാണ്. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അനേക ആയിരങ്ങൾ ഇവിടെയും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന ഇന്നുവരെ അമ്മ ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കൾ സാക്ഷ്യം പറയുന്ന, ഓർത്ത് സ്വസ്ത്രം ചെയ്യുന്ന, തറയെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകൾ അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് അവകാശമാക്കാൻ, ഓഹരിയാക്കാൻ അങ്ങനെ അടിയൻ അഭിഷിക്ത കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, കർത്താവെ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം അങ്ങയുടെ മക്കളിലേക്ക് നീട്ടണമേ. കർത്താവിൻ്റെ കരുണ നിങ്ങൾ ചൊരിയട്ടെ. സാമ്പത്തിക ബാധ്യതകൾ, ശാരീരികമായ രോഗങ്ങൾ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ഭവനരഹിതർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളുടെ ദൗർഭാഗ്യകരമായ സ്വഭാവങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവർ, വിവാഹത്തിൽ ജീവിത പങ്കാളി കിട്ടാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, വിശ്വാസം കുറഞ്ഞവരെ, പ്രാർത്ഥന കുറഞ്ഞ ഭവനങ്ങൾ, വിവാഹ ദമ്പതികൾ, പരസ്പരം മാനസികമായിട്ട് അകന്നു പോകുന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ വിവാഹ മോചനത്തിന് വക്കിലേക്ക് പോകുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന. ജപ്തി നടപടി നേരിടുന്നവർ, കർത്താവ്, ഓരോരോ വിഷയങ്ങളിലെ ഓരോരോ വേദന, കാർഷിക തകർച്ചയുള്ളവർ, മത്സ്യബന്ധന മേഖലകളിലെ വേദന അനുഭവിക്കുന്നവർ, കർത്താവ്, സാമ്പത്തിക ബാധ്യതയുള്ളവർ, തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് നാടുവിടാൻ ആഗ്രഹിക്കുന്നവർ, എന്നിട്ടും അതിനുള്ള മാർഗം കിട്ടുക വരാത്തവർ, ഇങ്ങനെ ഓരോരോ തരത്തിലെ ജീവിത പങ്കാളികളുമായിട്ട് പ്രയാസങ്ങൾ അകന്ന് ജീവിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ചൊരി പ്രാർത്ഥിക്കുക. അടിപ്പിണർ പോലെ വൈദാഖാതമായ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വസിക്കട്ടെ. കർത്താവെ, മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത ഭാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവരും മുന്നേ നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 6:1 തിരുവചനമനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് ഈശോയെ സജീവ സാക്ഷികളായി പിതാവിലേക്ക് നീ ആരോഹണം ചെയ്തതുകൊണ്ട്, സഹായകനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉടമ്പടി വഴി ചെയ്യുവാൻ, നിവർത്തിയാക്കുവാൻ, പൂർത്തീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് വിളിച്ച് ചോദിക്കണം, അച്ഛനെ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവരെ, ഇന്ന ദിവസം വരാൻ ആഗ്രഹിക്കുന്ന അച്ഛനുണ്ടോ, അച്ഛൻ എന്നുണ്ടാകുമെന്ന് ചോദിക്കണം. 9447285400 നമ്പർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും നമ്മൾ 5:30 മണിക്ക് അച്ഛൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കണം കേട്ടോ. പലപ്പോഴും കാര്യം 5:30 മണിക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുണ്ട്. അതാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന, ഡെയിലി ബ്രെഡ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആൾക്കാർ പറയും, അച്ഛൻ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഇന്നലെ ഒരു ചേച്ചിയോട് സാക്ഷ്യം പറഞ്ഞെന്താ അറിയാമോ, എനിക്ക് 50 എൻ്റെ വാട്സപ്പിൽ 50 പേരുണ്ട്. ഞാൻ 50 പേർക്കും ഷെയർ ചെയ്ത് 5:25 തന്നെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 250 ഗ്രൂപ്പുള്ള ഒരു റിസോർട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞ്, എൻ്റെ ഗ്രൂപ്പിൽ 250 പേരുണ്ട്, ഞാൻ 250 പേർക്കും ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും രാവിലെ. അപ്പോൾ എന്ത് തിഷ്ഠതയോടെയാണ് ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം. ഇപ്പോഴും പലതും രാവിലെയുള്ള ധ്യാനത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ആകപ്പാടെ 12 മിനിറ്റ് 13 മിനിറ്റൊക്കെ ഉള്ളൂ ആകപ്പാടെ ഉള്ളത്. അതിൽ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും നമ്മുടെ 20 വർഷം തികയുന്നതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പിന്നെ ഉള്ളത്, ഇന്ന് നിങ്ങൾ പോകുന്ന ഇടങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇടപെടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, കടന്നു പോകുന്ന ഓഫീസുകൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ കൃപ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിങ്ങളെ പരിശുദ്ധ അമ്മയും വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥനയാണ്.
ഫീഡിങ് പ്രെയർ എന്ന് പറയും. പണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിരുന്ന കാലമാണ്. ഞാൻ എവിടെ പോയാലും റൂട്ട് സമർപ്പിക്കും, അതിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കും. അപ്പോൾ എന്നെ നമ്മൾ പോകുന്ന സഞ്ചാര പദങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യും. അതാണ് എഡിറ്റിംഗ് നടക്കുന്നത്. ഈ ഫീഡിങ് പ്രെയർ എപ്പോഴും എഡിറ്റിംഗ് പ്രെയർ തന്നെയാണ് ശരിക്കും. അപ്പോൾ അത് ഭയങ്കരമായ ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ കൂടണമെന്ന് എൻ്റെ അഭിപ്രായം, വെച്ചുകൊണ്ട് താമസിപ്പിക്കരുത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഡെയിലി ബ്രെഡ് എന്നുള്ള അന്നു വേണ്ട വചനം നൽകണത്. ആ വചനത്തിന് എപ്പോഴും ജീവിതത്തിലേക്ക് ഒരു വേരിറങ്ങി കിടക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേര് ഞാൻ എടുത്തിട്ട് വചനത്തിലേക്ക് ഇറക്കി വിടും. വചനത്തിൻ്റെ വെള്ളവും വളവും സ്വീകരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതവൃക്ഷം വളരാൻ പോണത്. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷയും അങ്ങനെ ജീവിതബന്ധിയായിരിക്കും. ജീവിതബന്ധി അല്ലാത്ത അക്കാഡമിക് താല്പര്യങ്ങളുടെ ഒരു സാധനം ഇവിടെ പറയത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കഥകള ഒക്കെ പറഞ്ഞ് ആൾക്കാർ ഇക്ലിപ്പെടുത്തുക, ചിരിപ്പിക്കുക, അങ്ങനെ കലാപരിപാടിയൊന്നുമില്ല. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അത് വചനത്തിൻ്റെ വെള്ളത്തിലേക്ക് വളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും. അതുകൊണ്ടാണ് നിങ്ങൾ അന്നത്തെ വേണ്ട ആഹാരം തന്നെ പിടിക്കുന്നത്. അതിൻ്റെ പേര് ഡെയിലി ബ്രെഡാണ്. എന്താണ്? അന്ന് വേണ്ട ആഹാരം, അന്നൊക്കെ ആവശ്യമായ ആഹാരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തന്നെ അത് കൂടുകതിന് ശേഷം അത് ഉടനെ ഷെയർ ചെയ്യണം. കൂടുന്ന മുമ്പ് തന്നെ ലിങ്ക് ഷെയർ ചെയ്യാൻ നോക്കണം. അപ്പം നിങ്ങൾക്കൊരു ഇത് അനുഗ്രഹം തോന്നണം. ഒരു വലിയൊരു സുവിശേഷ വേലയാണത്. ഇപ്പം വെളിപ്പം പ്രഭാതത്തിൽ തന്നെ ഒരു സുവിശേഷ വേല ചെയ്തിട്ടാണ് നമ്മൾ കർത്താവിൻ്റെക്ക് കടന്നു വന്ന് വചനം കേൾക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ സഞ്ചാരപഥങ്ങളിലെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.